ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് തായ്ലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ജയിലായിരിക്കും. ഈ ജയിലിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് കാണാൻ മനക്കട്ടിയുള്ളവർ മാത്രം ഈ കഥ മുഴുവനായും അവസാനം വരെ കാണാം. അല്ലാത്തവർ ഇപ്പോൾ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ. എന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് 2024 പുറത്തിറങ്ങിയ ഇൻ യൂത്ത് വി ട്രസ്റ്റ് എന്ന സിനിമയാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കഥാനായകന്റെ ചെറുപ്പകാലമാണ് കാണിക്കുന്നത്. അപ്പൊ സൂപ്പർബ് എന്ന നമ്മുടെ ഹീറോനോട് ക്ലാസ്സിൽ നിന്ന് ടീച്ചർ ഫസ്റ്റ് ദിവസം തന്നെ തന്റെ മാതാപിതാക്കളെ കുറിച്ച് ചോദിക്കുകയാണ്. സാധാരണ ഫസ്റ്റ് ഡേ കുട്ടികളോട് ചോദിക്കുന്നത് പോലെ എല്ലാ കുട്ടികളും അവരുടെ മാതാപിതാക്കളുടെ പ്രൊഫഷൻ പറഞ്ഞു, അതായത് ടീച്ചർ, ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെയൊക്കെ. എന്നാൽ നമ്മുടെ ഹീറോ മാത്രം ഒന്നും മിണ്ടുന്നില്ല. അവൻ ക്ലാസിന്റെ മുന്നിൽ പേടിച്ച് ഭയന്ന് നിൽക്കുകയാണ്. ടീച്ചർ ഹീറോനോട് പറയാണ്, മോൻ എന്തിനാണ് നാണിക്കുന്നേ? എന്തായാലും പ്രശ്നമില്ല, മോന് പറഞ്ഞോ. എന്നു മുതൽ ഈ ക്ലാസ്സിലെ എല്ലാവരും ഒരു കുടുംബം പോലെയാണ്. ആ സമയത്താണ് ഒരുത്തൻ ഒച്ചത്തിൽ ടീച്ചറെ അവന് അച്ഛനില്ല, അവന് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഒരു പെൺകുട്ടി അവന്റെ ദേഹത്ത് ഇൻസ്ട്രുമെന്റ് ബോക്സ് ദേഷ്യത്തിൽ എറിഞ്ഞത്. അപ്പൊ ടീച്ചർ ആ പെൺകുട്ടിയെ വിളിച്ച് എങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് ചോദിച്ച് വടി കൊണ്ട് ടീച്ചർ അടിച്ചു. സോ ഈ പെൺകുട്ടിയാണ് നമ്മുടെ ഹീറോന്റെ ബെസ്റ്റ് ഫ്രണ്ട് അഥവാ കാമുകി. പുള്ളിക്കാരിക്ക് മാത്രമാണ് സത്യം അറിയുന്നത്. അങ്ങനെ ക്ലാസ് മുറിയുടെ മുന്നിൽ വെച്ച് തന്റെ അമ്മയെ കുറിച്ച് ഹീറോ തുറന്നു പറയുകയാണ്. അത് കേട്ടപ്പോ ക്ലാസ്സിലെ എല്ലാവരും ഷോക്കായി. കുട്ടികൾ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി, ടീച്ചർ ഉൾപ്പെടെ. സോ ഹീറോക്ക് അച്ഛനില്ല, അമ്മയാണ് ഹീറോനെ വളർത്തുന്നതും. അമ്മയുടെ തൊഴിൽ ഡ്രഗ്സ് വിൽക്കലുമാണ്. ഡ്രഗ്സ് വിറ്റിട്ടാണ് അമ്മ സൂപ്പർബ് എന്ന തന്റെ ഒരേ ഒരു മകനെ വളർത്തുന്നത് തന്നെ. ചെറുപ്പം തൊട്ട് അമ്മയോട് ഹീറോ പല തവണ ഡ്രഗ്സ് വിൽക്കുന്നത് നിർത്താൻ പറഞ്ഞിരുന്നു. എന്നാൽ അപ്പോഴേക്ക് അമ്മ പറയുന്നത്, മോനെ ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല, നമുക്ക് ജീവിക്കണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ. എന്നാൽ അമ്മ പിടിക്കപ്പെട്ടാൽ എനിക്ക് പിന്നെ ആരാ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ സങ്കടത്തോടെ മോനെ നോക്കും. ഇനി അവർ ജീവിക്കുന്ന നാടിനെ കുറിച്ച് പറയുകയാണെങ്കിലും വൃത്തികെട്ട ജനങ്ങൾ, എല്ലാവരും ഡ്രഗ് അഡിക്ട്സ് ആയ എപ്പോഴും വയലൻസ് ഉള്ള നാടാണ്. അമ്മ മകനോട് എപ്പോഴും പറയുന്നത്, മോന് നന്നായി പഠിച്ചിട്ട് നല്ലൊരു നാട്ടില് നല്ലൊരു ജോലി മേടിച്ച് ഈ നശിച്ച നാട് വിടണം, വലിയ പദവിയിൽ എത്തണം എന്നൊക്കെയാണ്. ഞാൻ അമ്മയുടെ ആഗ്രഹം സാധിച്ചു തരും എന്നും അമ്മക്ക് ഹീറോ വാക്ക് കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഹീറോക്ക് ഇപ്പോൾ പ്രായം 18. എന്നാൽ ഇവിടെ ഹീറോ പോലീസ് പിടിയിലായത് കാണാം. പോലീസ് ഹീറോനെ ചോദ്യം ചെയ്യുകയാണ്, എന്തിനാണ് നീ അത് ചെയ്തത്? അന്ന് അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? നീ അന്ന് ഡ്രഗ്സ് യൂസ് ചെയ്തിരുന്നോ? നിന്റെ അമ്മയുടെ തൊഴിൽ ഡ്രഗ്സ് വിൽപ്പന അല്ലായിരുന്നോ? അപ്പൊ ഹീറോ പറയാണ്, ശരിയാണ്, എന്റെ അമ്മ ഡ്രഗ്സ് വിൽക്കുന്നുണ്ടായിരുന്നു. എന്റെ അമ്മ പിടിക്കപ്പെട്ടു. കോടതി 20 വർഷമാണ് എന്റെ അമ്മക്ക് ജയിൽ ശിക്ഷ വിധിച്ചത്. എനിക്ക് ചെറുപ്പം തൊട്ടേ ഡ്രഗ്സ് കണ്ണെടുത്താ കണ്ടൂടാ. ഞാൻ ഡ്രഗ്സ് ഉപയോഗിക്കാറുമില്ല. പിന്നെ നീ എന്തിനാണ് അത് ചെയ്തത്? സോ ഹീറോ എന്തിനാണ് ഇവിടെ പിടിക്കപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഹീറോ പോലീസിന് വിവരിച്ചു കൊടുക്കുകയാണ്. ഹീറോന്റെ അമ്മ പിടിക്കപ്പെട്ടതിന് ശേഷം ഡ്രഗ് അഡിക്ട്സ് ആയ നാട്ടുകാരൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഹീറോനോട് ഡെയിലി പറയാറുള്ളത്. അതൊക്കെ കേൾക്കുമ്പോൾ ഹീറോക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. തനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തത് തന്റെ അമ്മയെ കുറിച്ച് ആരെങ്കിലും മോശം പറയുന്നതാണ്. അങ്ങനെ ഒരു ദിവസം ഹീറോ ഒരു കടയിൽ പോയപ്പോൾ അവിടെ ഉണ്ടായ ഒരുത്തൻ ഒരിക്കലും ഒരു അമ്മയെക്കുറിച്ചും പറയാൻ പാടില്ലാത്ത വർത്താനം നമ്മുടെ ഹീറോനോട് പറയാണ്. അതായത് അത്രയ്ക്കും വൃത്തികെട്ട രീതിയിൽ ഇദ്ദേഹം ഹീറോന്റെ അമ്മയെ കുറിച്ച് പറയാണ്. അങ്ങനെ ഹീറോ അവനെ തല്ലാനായി പോവുകയാണ്. ആ സമയത്താണ് തന്റെ കാമുകി അവിടെ വന്ന് ഹീറോനെ പിടിച്ചു വെച്ചത്. വിട്ടേക്ക്, അവനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, നീ നിന്റെ ലക്ഷ്യം മറന്ന് ഒന്നും ചെയ്യരുത്, പ്രശ്നത്തിലൊന്നും ചാടരുത്. സൂപ്പർബ്, നീ എന്നെ നോക്ക്, നിനക്ക് ഓർമ്മയില്ലേ അമ്മക്ക് കൊടുത്ത വാക്ക്? നന്നായി പഠിച്ച് വെളിനാട്ടിലെ നല്ലൊരു ജോലിയൊക്കെ വാങ്ങണ്ടേ, വാ നമുക്ക് പോകാം, പ്രശ്നത്തിലൊന്നും നിൽക്കേണ്ട എന്നൊക്കെ കാമുകി ഹീറോനെ പറഞ്ഞു ആശ്വസിപ്പിക്കാനായി നോക്കുകയാണ്. എന്നാൽ ആ സമയവും അദ്ദേഹം നിർത്താതെ വളരെ മോശമായിട്ട് ഹീറോന്റെ അമ്മയെ കുറിച്ച് വൃത്തികേട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് സഹിക്കാനാവാതെ ഹീറോന്റെ കൺട്രോൾ തെറ്റി. തന്റെ അരയിൽ നിന്ന് തോക്കെടുത്ത് അവന്റെ തലക്ക് തന്നെ വെടിവെച്ച് അവനെ കൊന്നു കളഞ്ഞു. എല്ലാവരും ഷോക്കായി. ഇവിടെയാണ് കഥ ആരംഭിക്കുന്നത്. അപ്പോ ഈ കുറ്റത്തിനാണ് ഹീറോ ജയിലിലായത്. ഹീറോനെ പോലീസ് ബസ്സിൽ ജയിലിൽ കൊണ്ടുപോകുമ്പോൾ അതേ ബസ്സിൽ വേറൊരു ടീനേജ് പയ്യൻ കൂടിയുണ്ട്. അവന്റെ പേര് ഫ്ലൂക്ക് എന്നാണ്. ഡ്രഗ്സ് വിറ്റ കുറ്റത്തിനാണ് ഫ്ലൂക്ക് ജയിലിലായത്. ആൻഡ് ഇദ്ദേഹം ഒരു ഗേ കൂടിയാണ്. സോ ജയിലിലെത്തി അവരെ നേരെ കൊണ്ടുപോയത് ജയിൽ വാർഡന്റെ ഓഫീസിലേക്കാണ്. അവിടെ ജയിൽ വാർഡന്റെ ഓഫീസിൽ ഒരു ഡെഡ് ബോഡിയും നിങ്ങൾക്ക് കാണാം. അപ്പൊ അതിൽ നിന്ന് തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത്
സാധാരണ ഒരു ജയിലൊന്നും അല്ല എന്ന്. അപ്പൊ ഇദ്ദേഹമാണ് ജയിൽ വാർഡൻ. കാണുമ്പോൾ പാവത്തെ പോലെയൊക്കെ തോന്നും, എന്നാൽ വളരെ മോശം സ്വഭാവമുള്ള വാർഡനാണ് ഇദ്ദേഹം. ഇദ്ദേഹമാണെങ്കിൽ ഒരു കാര്യവുമില്ലാതെ നീ എന്തിനാടാ എന്നെ തുറിച്ചു നോക്കുന്നത് എന്ന് പറഞ്ഞു ഹീറോനെ ക്രൂരമായി നിലത്തിട്ട് ചവിട്ടി കൂട്ടുന്നുമുണ്ട്. പിന്നെ ഈ ജയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ജയിലിൽ 2 ബ്ലോക്കാണുള്ളത്. ബ്ലോക്ക് എ പിന്നെ ബ്ലോക്ക് ബി. അതിൽ ബ്ലോക്ക് എനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം മനസാക്ഷിയൊക്കെയുള്ള ജയിൽ പുള്ളികളാണ് ബ്ലോക്ക് എയിലുള്ളത്. അതായത് എല്ലാവരും കുറ്റവാളികൾ തന്നെയാണ്, അവര് നല്ലവരാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാനാവത്തില്ല. എന്നാൽ ബ്ലോക്ക് എയിലെ കുറ്റവാളികൾ അഥവാ ജയിൽ പുള്ളികൾ കുറച്ചെങ്കിലും മനുഷ്യത്വമുള്ളവരാണ്. എന്നാൽ ബ്ലോക്ക് ബിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ സാത്താന്, ഇബ്ലീസ്, ഡെവിൽ എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ ഭൂമിയിലെ സാത്താമാര് അഥവാ അത്രയും ക്രൂരന്മാരായിട്ടുള്ള മൃഗീയമായിട്ടുള്ള സ്വഭാവമുള്ള കുറ്റവാളികളാണ് ബ്ലോക്ക് ബിയിലുള്ളത്. അപ്പൊ ഈ വാർഡൻ ആണെങ്കിൽ ഇവരെ 2 പേരും ആ ബ്ലോക്കിലേക്കാണ് അയക്കുന്നത്, അതായത് ബ്ലോക്ക് ബി. ബ്ലോക്ക് ബിയിലെ വൃത്തികെട്ടവന്മാരുടെ ഗ്യാങ് ലീഡർ ആണ് ബിയർ എന്ന ഇദ്ദേഹം. അങ്ങേരുടെ വലം കൈയാണ് ബോയ് എന്ന ഇദ്ദേഹം. രണ്ടും വേട്ടാവാളിയന്മാരാണ്. എന്നാൽ വാർഡന് ഇവരെ 2 പേരുമാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇവന്മാര് എന്ത് തോന്നിവാസം കാണിച്ചാലും വാർഡൻ കണ്ടില്ലെന്ന് നടിക്കും. അപ്പൊ അവരുടെ 2 പേരുടെയും അടുത്തേക്ക് ഹീറോനെയും ഫ്ലൂക്കിനെയും വാർഡൻ കൊണ്ടാക്കിയിട്ട് പറയണം, ഇത് രണ്ടും നിങ്ങളുടെ പുതിയ ഇരകളാണ്. അപ്പൊ ബിയർ എന്ന ബ്ലോക്ക് ബിയിലെ ലീഡർ ഹീറോന്റെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് കാണിച്ചിട്ടും, ആഹാ കൊള്ളാലോ, മോനത് ഊരിക്കേ, എനിക്കത് വേണം. ഹീറോ നോക്കി പേടിപ്പിക്കുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാതെ ഹീറോ അത് അവന് ഊരിക്കൊടുത്തു. അതിനുശേഷം, ആഹാ ബ്രാൻഡഡ് ജീൻസ് ആണല്ലോ, കുറെ കാലമായി ഇങ്ങനൊരു ജീൻസ് ഞാൻ കണ്ടിട്ട്, മോന് ഇതും കൂടി ഒന്ന് ഊരിക്കേ. ദേഷ്യത്തിൽ ഹീറോ എഴുന്നേൽക്കുന്നത് കാണാം. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ അവനിട്ട് ഹീറോ 2 പൊട്ടിക്കുമെന്ന്. എന്നാൽ ഒന്നും ചെയ്തിട്ടില്ല, ഹീറോ ജീൻസ് അയച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ബോയ് എന്നവൻ ഹീറോന്റെ അടുത്ത് പോയിട്ട് പറയാണ്, ആഹാ അടിപൊളി മുടിയാണല്ലോ, വാ നമുക്ക് മൊട്ടയടിക്കാം. ഗൈസ്, അപ്പൊ ഇവിടെ കാണുന്ന ഇദ്ദേഹമാണ് ബങ്ക്. നമ്മൾ പറഞ്ഞ ബ്ലോക്ക് എയിലെ ഗ്യാങ് ലീഡറാണ് ബങ്ക്. ബങ്കിന്റെ വലം കൈയാണ് ഫറാങ്. രണ്ടുപേരും നൈസാണ്, നല്ല സ്വഭാവമൊക്കെ ഉള്ളവരാണ്. അപ്പൊ അവരിവിടെ സംസാരിക്കുന്നത് പുതുതായി വന്ന 2 ജയിൽ പുള്ളികളെ കുറിച്ചാണ്. അവര് ടീനേജേഴ്സ് ആണ്, പക്ഷെ അവരെ വാർഡൻ ബ്ലോക്ക് ബിയിലാണ് ആക്കിയത്. പാവങ്ങളെ അവര് കൊല്ലാതെ നിന്നാൽ മതിയായിരുന്നു. ബങ് പറയാണ്, അവരെ നമ്മുടെ ബ്ലോക്കിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ബീറും ബോയും കൂടി അവന്മാരെ കൊന്നുകളയും. സോ ഇവിടെ ഇവര് ആദ്യം തന്നെ ഫ്ലൂക്കിന്റെ മുടിയെടുത്തു. ഫ്ലൂക്ക് ഗേ ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഫ്ലൂക്കിന്റെ നഖത്തിലുള്ള നെയിൽ പോളിഷ് പിടിച്ച് അമർത്തി മായ്ച്ചു കളയുന്നൊക്കെയുണ്ട്. അടുത്തത് ഹീറോന്റെ മുടിയാണ് കളയുന്നത്. അതും നിങ്ങൾ കാണണം, സാധാരണ രീതിയിലൊന്നുമല്ല ബിയർ മുടി കളഞ്ഞു കൊടുക്കുന്നത്. തല്ലിയിട്ടും ചവിട്ടിയിട്ടും അങ്ങനെ ടോർച്ചർ ചെയ്താണ് ബിയർ മുടിയെടുക്കുന്നത്. ഇതൊക്കെയാണ് അവന്മാരുടെ ഒരു എന്റർടൈൻമെന്റ്. ഇനിയാണ് ശരിയായ ടോർച്ചർ തുടങ്ങാനായി പോകുന്നത്. അന്ന് രാത്രി അഥവാ ഇവരുടെ 2 പേരുടെയും ജയിലിലെ ആദ്യത്തെ രാത്രി, ബോയ് എന്നവൻ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, എന്റെ ബോസിന് നിങ്ങളിൽ ഒരാളെ വേണം, അതായത് ശാരീരിക ബന്ധത്തിന്. ആരാണോ വരുന്നത് അവന് ഇടികൊള്ളത്തില്ല, മര്യാദക്ക് കാര്യം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാം, വരാത്തവനെ നമ്മൾ ഒരു പാഠം പഠിപ്പിക്കും. ഹീറോനെയാണ് ബോയ് ആദ്യം വിളിച്ചത്. ഞാൻ വരത്തില്ല എന്നും ഹീറോ വാശി പിടിച്ച് അഥവാ ദേഷ്യത്തിൽ പറയാണ്. ഓക്കെ, നീ വരേണ്ട, ഇവനെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ഫ്ലൂക്കിനെ ബോയ് പിടിച്ച് വലിച്ച് ബിയറിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. സർ പ്ലീസ് എന്നെ ഒന്നും ചെയ്യലേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ബിയറിനോട് ഫ്ലൂക്ക് അഭ്യർത്ഥിക്കുകയാണ്. എന്നല്ലേ നീ ഒരു ഗേ ആണല്ലേ, നിനക്ക് ഇതിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് ബിയർ ഫ്ലൂക്കിനെ വളരെ മൃഗീയമായിട്ട് അഥവാ ക്രൂരമായിട്ട് തന്നെ പീഡിപ്പിക്കുകയാണ്. പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ട് ആ സെല്ല് ബാക്കിയുള്ള ജയിൽ പുള്ളികൾ എല്ലാവരും കൂടി ഹീറോനെ ചവിട്ടി കൂട്ടി ക്രൂരമായിട്ട് തന്നെ മർദ്ദിക്കുകയും ചെയ്തു. അടുത്ത ദിവസം നമ്മുടെ ഹീറോന്റെ അവസ്ഥ നിങ്ങൾ നോക്കിയ, അമ്മാതിരി അടിയാണ് അവന്മാര് എല്ലാവരും കൂടി അടിച്ചത്. ലിറ്ററലി അവന്മാര് എല്ലാവരും കൂടി ആദ്യത്തെ ദിവസം തന്നെ ഹീറോനെ പഞ്ചറാക്കി കളഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. എന്നാൽ ഹീറോ ഇപ്പോഴും സെല്ലിൽ തന്നെ കുറ്റബോധത്തോടെ ഇരിക്കുകയാണ്. അതായത് ഏത് നേരത്താണ് എനിക്ക് അവനെ വെടിവെച്ച് കൊല്ലാൻ തോന്നിയത്? എന്റെ അമ്മക്ക് ഞാൻ വാക്ക് കൊടുത്തതല്ലേ, ഞാൻ നന്നായി പഠിച്ച് നല്ലൊരു ജോലി മേടിക്കുമെന്ന്. ഞാൻ എന്തിനാണ് അത് ചെയ്തത്? സോ ഇവിടെ ബിയറും ബോയും പ്ലാൻ ചെയ്യുന്നത് ബ്ലോക്ക് എയിലെ ബങ്ങിനെയും ഫാറാങ്ങിനെയും ഒരു പാഠം പഠിപ്പിക്കണമെന്നാണ്. അതായത് ബ്ലോക്ക് എയും ബ്ലോക്ക് ബിയും ഭയങ്കര ശത്രുക്കളാണ്. അവര് ചെയ്തുന്ന ഒരു ബോക്സിംഗ് മാച്ചൊക്കെ അറേഞ്ച് ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ട്. ബോക്സ് എയിലെ ലീഡറായ ബങ്ങും ബ്ലോക്ക് ബിയിലെ ലീഡറായ ബിയറും. സോ ഇവിടെ ലേറ്റ് ആയിട്ടാണ്
അവിടെയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഹീറോ എത്തിയത്. ഹീറോന്റെ കോലം കണ്ടിട്ട് ബങ്ങിനും ഫാറങ്ങിനും ശരിക്കും പാവം തോന്നുന്നുണ്ട്. അവൻ ഇന്നലെ നരകത്തിലാണ് അതിജീവിച്ചത് എന്നൊക്കെ ഇവര് പറയുന്നുമുണ്ട്. സോ ഇവിടെ ഭക്ഷണം ചോദിച്ച് അവിടെ ചെന്നപ്പോഴേക്കും ഭക്ഷണമെല്ലാം തീർന്നു. എന്നാൽ ഹീറോക്ക് നല്ല വിശപ്പുണ്ട്. പാത്രത്തിന്റെ അടിക്ക് പിടിച്ച ഭക്ഷണം ബാക്കിയുണ്ട്, എനിക്ക് അത് മതി എന്ന് ഹീറോ പറഞ്ഞപ്പോൾ ഭക്ഷണം വിളമ്പുന്നവൻ ഇതൊക്കെ ഇവിടെ പട്ടികൾ കഴിക്കുന്ന ഭക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ചുകൊണ്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. ആ ഭക്ഷണവുമായി നടന്നു പോകുമ്പോൾ ബോയ് വന്ന് ഹീറോന്റെ ഭക്ഷണം ചവിട്ടി നിലത്തിടുകയാണ്. ഹീറോ അവനെ ദേഷ്യത്തിൽ നോക്കി അവന്റെ അടുത്തേക്ക് പോകുന്നത് കാണാം. അപ്പോഴും നമ്മൾ വിചാരിക്കും അവന് ഇപ്പൊ കൊടുക്കും, ഇപ്പൊ കൊടുക്കും. അങ്ങനെ നമ്മൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കും. പക്ഷെ വീണ്ടും ഹീറോ ഒന്നും ചെയ്തിട്ടില്ല. നിലത്ത് വീണ ഭക്ഷണം ഹീറോ തന്റെ പ്ലേറ്റിൽ തന്നെ വാരി ഇടുകയാണ്. എന്നിട്ട് സങ്കടത്തോടെ മാറിയിരുന്ന് ആ നിലത്ത് വീണ ഭക്ഷണം കഴിക്കുകയാണ്. ഇതൊക്കെ അവിടുന്ന് ബങ്ങും ഫാറങ്ങും ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൻ സാധാരണ പയ്യനല്ല, ഇവന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, ഇവനെ നമ്മുടെ ബ്ലോക്കിലേക്ക് കൊണ്ടുവരണമെന്നും ഫാറങ്ങ് ബങ്ങിനോട് പറയുന്നുമുണ്ട്. സോ ഇവിടെ ഒരു ദിവസം ഹീറോ കുളിക്കുമ്പോൾ അവിടത്തേക്ക് ബീറും ഗാങ്ങും വന്നു. എന്നിട്ട് ഹീറോനോട് മുട്ടുകുത്തി ഇരുന്ന് കൈകൾ പുറകിൽ കെട്ടിവെക്കാനായിട്ടും പറഞ്ഞു. എന്നിട്ട് ബീർ ഹീറോന്റെ വയറ്റത്ത് ഭയങ്കര ശക്തിയിൽ ചവിട്ടുകയാണ്. അതിനുശേഷം ഫ്ലൂക്കിനെ വിളിച്ചു വരുത്തിയിട്ട് ഹീറോനെ ചവിട്ടാനായി ബിയർ പറയാണ്. ഇല്ല, ഞാൻ ചവിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ മാത്രമായിരിക്കില്ല, നമ്മുടെ ബ്ലോക്കിലെ എല്ലാവരും യൂസ് ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെ ഫ്ലൂക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് ഹീറോനെ ചവിട്ടി. അയ്യോടാ, അവന് ഇക്കിളിയായി കാണുമെന്ന് പറഞ്ഞ് ഫ്ലൂക്കിനെ അടിച്ചിട്ട് നീ മര്യാദക്ക് ഞാൻ ചവിട്ടിയതുപോലെ ചവിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ബ്ലോക്കിലെ ഓരോരുത്തരും നിന്നെ യൂസ് ചെയ്യുമെന്ന് ബിയർ ഫ്ലൂക്കിനെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ വേറെ വഴിയില്ലാതെ ശക്തിയിൽ തന്നെ ഫ്ലൂക്ക് ചവിട്ടുകയാണ്. അതിനുശേഷം ബോയ് എന്നവൻ ഹീറോനെ ചവിട്ടാനായി പോവുകയാണ്. എന്നാൽ അവൻ ചവിട്ടിയപ്പോൾ ഹീറോ അവന്റെ ചവിട്ട് ബ്ലോക്ക് ചെയ്തു. അവന്റെ കാല് ഭയങ്കരമായിട്ട് തന്നെ വേദനിച്ചു. അങ്ങനെ എല്ലാവരും ഹീറോനെ നിലത്തിട്ട് ചവിട്ടി കൂട്ടുകയാണ്. ഇതൊക്കെ കണ്ട ഫ്ലൂക്ക് കരഞ്ഞുകൊണ്ട് ഹീറോന്റെ അടുത്ത് സോറി പറയാനായി പോകുന്നുണ്ട്. എന്നാൽ അവർ ഫ്ലൂക്കിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ഇവിടെ വീണെടുത്ത് ഹീറോ പഴയ കഥ ആലോചിക്കുന്നത് കാണാം. അതായത് ചെറുപ്പത്തിൽ ഹീറോ ബോക്സിംഗ് ചെയ്യാനായി പോവാറുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സീനിൽ നിന്ന് ഹീറോക്ക് അത്യാവശ്യം ബോക്സിംഗ് ഒക്കെ അറിയാം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. നിലത്ത് ചവിട്ടുകൊണ്ട് കിടക്കുന്ന ഹീറോന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചിട്ടും വാർഡൻ മര്യാദക്ക് എഴുന്നേറ്റ് പോടാ എന്ന് പറയണം. ആ സമയമാണ് അവിടെ ആരും കാണാതെ ഫ്ലൂക്ക് വരുന്നത് വാർഡൻ കണ്ടത്. നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ബിയർ എനിക്ക് സൂപ്പബിന് കൊടുക്കാൻ ഓറഞ്ച് തന്ന് അയച്ചതാണ് എന്ന് ഫ്ലൂക്ക് കള്ളം പറയാണ്. അങ്ങനെ സങ്കടത്തോടെ ഫ്ലൂക്ക് ഹീറോന്റെ അടുത്ത് വന്ന് ആ ഓറഞ്ച് കൊടുത്തിട്ട് മാപ്പ് പറയുകയാണ്. എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നും പറഞ്ഞ് ഫ്ലൂക്ക് ചെന്നു. അങ്ങനെ സങ്കടത്തോടെ ഹീറോ ഓറഞ്ച് കഴിക്കുന്നത് കാണാം. വാർഡൻ ബിയറിന്റെ അടുത്ത് പോയിട്ട് പറയണം, നിനക്ക് എപ്പോഴാന്നടാ മനസാക്ഷിയൊക്കെ വന്നു തുടങ്ങിയത്? നീ ചവിട്ടിക്കൂട്ടിയവന് വേണ്ടി നീ തന്നെ ഓറഞ്ച് ഒക്കെ കൊടുത്ത് അയക്കുന്നോ? അങ്ങനെ ബിയറിന് മനസ്സിലായി ഫ്ലൂക്ക് ഹീറോക്ക് ഓറഞ്ച് കൊടുക്കാനായി ചെന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ ഫ്ലൂക്കിനെ ബിയർ തല്ലുകയാണ്. വാർഡനാണെങ്കിലും മാറി നിന്നിട്ട് ഇതൊന്നും കാണാത്ത പോലെ സിഗരറ്റ് വലിക്കുകയാണ്. അപ്പോ ദാ ദൂരെ നിന്ന് ഹീറോ വരുന്നു. അവനെ ഇനി തൊട്ടു പോകരുത് എന്ന് പറഞ്ഞിട്ട് ഹീറോ ബിയറിന്റെ വലം കൈയായ ബോയിനെ ഇടിച്ചു വീഴ്ത്തി. അങ്ങനെ അവിടെ ഒരു സീൻ ആവുന്ന സമയത്താണ് ബങ്ങും ഫറങ്ങും അവിടെ ചെന്ന് ഇടപെട്ടത്. എന്നിട്ട് അവര് ബിയറിനോട് പറയാണ്, ഇനി നീ ഇവരെ തല്ലിയാൽ നീ ഇവിടുന്ന് ജീവനോടെ പോകത്തില്ല. ഇവരെ രണ്ടുപേരും നമ്മുടെ ബ്ലോക്കിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ചുമ്മാ രണ്ടുപേരും വിട്ടുതരത്തില്ല. നിനക്ക് വേണമെങ്കിൽ ഒരുത്തനെ മാത്രം കൊണ്ടുപോകാം എന്ന് ബിയർ പറയാണ്. പക്ഷെ ചുമ്മാ അങ്ങ് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. കൊണ്ടുപോകുന്നവനെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് ചെരുപ്പ് കൊണ്ട് അടിക്കണം. അങ്ങനെ ബങ് ചെരുപ്പഴിച്ച് ഹീറോനെ തല്ലുകയാണ്. എന്നിട്ട് പറയാണ്, ഇവനെ ഞങ്ങളുടെ ബ്ലോക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ രാത്രി ബങ്ങും ഫാറാങ്ങും ഹീറോനോട് പറയാണ്, നീ ഇനി പേടിക്കേണ്ട, ഈ ബ്ലോക്കിൽ നീ സേഫാണ്. നിന്റെ മുറിവുകൾ ഉണങ്ങാനായിട്ടുള്ള മരുന്ന് ഞാൻ നാളെ എത്തിക്കാം. ഇവിടെ നിനക്ക് കിടക്കാൻ പില്ലോ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫാറങ്ങ് മൂർച്ചയുള്ള ഒരു പേന കത്തി പോലുള്ള ആയുധം ഹീറോക്ക് കൊടുക്കുന്നുണ്ട്. ഇനി നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരികയാണെങ്കിൽ ഇത് നീ ഉപയോഗിച്ചോ, ആരും ഒന്നും ചോദിക്കാനായി പോകുന്നില്ല. അങ്ങനെ അവര് ചെയ്തു കൊടുത്ത ഉപകാരത്തിന് അവരോട് നന്ദി പറഞ്ഞിട്ട് ഹീറോ ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോ ഇപ്പോ സേഫായി, ആള് ഇപ്പൊ ബ്ലോക്ക് എയിൽ നല്ലവരുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ ഗൈസ്, നിങ്ങൾക്ക് പാവം ഫ്ലൂക്കിന്റെ അവസ്ഥ എന്താണ് എന്ന് അറിയണ്ടേ? അന്ന് രാത്രി എല്ലാവരും ക്രൂരമായിട്ട് ഫ്ലൂക്കിനെ സെല്ലിൽ നിന്ന് ചവിട്ടി കൂട്ടി മർദ്ദിച്ചു. അടുത്ത ദിവസമാണെങ്കിൽ നമ്മുടെ ഹീറോ ഉറക്കത്തുനിന്ന് എഴുന്നേൽക്കുന്നില്ല. അവർക്ക് പേടിയായി അവൻ മരിച്ചുപോയോ എന്നൊക്കെ കരുതിയിട്ട്.
എന്നാൽ ശ്വാസമുണ്ട്. അങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ ഹീറോ തന്റെ കയ്യിലുള്ള ആയുധം വെച്ച് ബങ്കിന്റെ കയ്യിൽ ചെറുതായി വെട്ടുകയാണ്. അങ്ങനെ ബങ്കിന്റെ കയ്യിൽ ചെറുങ്ങനെ മുറിവേറ്റു. എടാ ഒന്ന് അടങ്ങ്, ഇത് ഞങ്ങളാ എന്ന് ഫാറങ് പറഞ്ഞു. ഓ സോറി, അറിയാതെ പറ്റിപ്പോയതാ. സാരമില്ല, ചെറിയൊരു സ്ക്രാച്ച് ആണ്. എന്തൊരു ഉറക്കാണിത്. വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി. അപ്പൊ നമ്മുടെ ഹീറോ കുറെ നാളുകൾക്ക് ശേഷമാണ് ഒന്ന് സമാധാനത്തോടെ ഉറങ്ങുന്നത്. അങ്ങനെ ഹീറോക്ക് നല്ല ഉറക്ക് കിട്ടി. ഓക്കെ, ഇനി അങ്ങോട്ടുള്ള നാളുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹീറോ ആള് ഹാപ്പി ആയിട്ടുണ്ട്. കാരണം ബ്ലോക്ക് എയിലെ എല്ലാവരും നല്ല അടിപൊളിയാണ്, നല്ല ഫ്രണ്ട്ലി ആണ്. എല്ലാവരുടെ കൂടെ ആടിയും പാടിയും ഒക്കെ ഹീറോ ജയിലിൽ നിന്ന് ആള് ഹാപ്പി ആയിട്ടുണ്ട്. എന്നാൽ ഫ്ലൂക്കിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ദിവസവും തല്ല് കിട്ടും. ബ്ലോക്ക് ബിയിലെ എല്ലാവരുടെയും വസ്ത്രം അലക്കുന്നത് ഫ്ലൂക്കാണ്. അങ്ങനെ അവർ ഒരു പട്ടിയെ പോലെയാണ് ഫ്ലൂക്കിനെ കാണുന്നത് തന്നെ. പിന്നെ ഇവിടെ ബീർ ആണെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ മൂർച്ച കൂട്ടി അതിൽ എന്തോ തേച്ച് പിടിപ്പിക്കുന്നത് കാണാം. അത് എന്താണ് എന്ന് ഇപ്പോ ഞാൻ പറയത്തില്ല. അപ്പൊ ഇവിടെ ജയിലിൽ ഹീറോനെ കാണാനേ ആദ്യമായിട്ട് ഒരു ഗസ്റ്റ് വരികയാണ്. അത് വേറെ ആരുമല്ല, ഹീറോന്റെ കാമുകയാണ്. ഹീറോന്റെ ഈ കോലം കണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ശരിക്കും സങ്കടമായി. ഹീറോ പറയാണ്, ആദ്യമൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, പക്ഷെ ഇപ്പോ ഞാൻ ഇവിടെ ഓക്കെയാണ്. എന്താണ് നിന്റെ വിശേഷം? നാട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ? എന്നാൽ പുള്ളിക്കാരി ഹീറോനോട് പറയാൻ വന്നതൊക്കെ ബാഡ് ന്യൂസ് ആണ്. ആദ്യം തന്നെ ഒരു ഹാപ്പി ന്യൂസ് പറയാണ്. അതായത് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ്. എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ആയി. എനിക്ക് വിദേശത്ത് നല്ലൊരു ജോലി കിട്ടി. വാവ്, കൺഗ്രാറ്റ്സ്, ഹാപ്പി ഫോർ യു. ഞാനും പഠിച്ചു കഴിയേണ്ട സമയമായല്ലേ. ഞാൻ ജയിലിലായിട്ടില്ലെങ്കിൽ ഞാനും നിന്റെ കൂടെ വരേണ്ടതല്ലേ. അപ്പൊ പുള്ളിക്കാരി പറയാണ്, അത് പറയാനാ ഞാൻ വന്നേ. ഇനി ഞാൻ നിന്നെ കാണാൻ വരത്തില്ല. അതായത് പുള്ളിക്കാരി ഹീറോനോട് ബ്രേക്കപ്പ് ആവുകയാണ്. അടുത്ത ബാഡ് ന്യൂസ് എന്തെന്ന് വെച്ചാൽ ജയിലിൽ നിന്ന് ഹീറോന്റെ അമ്മ മരണപ്പെട്ടു. അങ്ങനെ ഈ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ജയിലിൽ നിന്ന് പോവുകയാണ്. അങ്ങനെ ഹീറോ ആള് ആകെ തകർന്ന പോലെ. അതായത് തന്നെ ചെറിയ ഒരു എടുത്തുചാട്ടം കാരണമാണല്ലോ തന്റെ ജീവിതമേ ഇല്ലാതെയായത്. അല്ലെങ്കിൽ എവിടെ എത്തേണ്ടവനാ. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് ഹീറോ അവിടുന്ന് പൊട്ടി പൊട്ടി കരയുകയാണ്. ഇവിടെ ഇരുന്ന് മോങ്ങാതെ സെല്ലിലേക്ക് പോട എന്ന് ജയിലർ ഹീറോനെ തെറി പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ബ്ലോക്ക് എയിലെ ലീഡറായ ബങ്ങിനെ കാണാനായി അദ്ദേഹത്തിന്റെ അച്ഛൻ വന്നു. അദ്ദേഹവും ഭയങ്കര സങ്കടത്തിലാണ്. മോന്റെ എടുത്തുചാട്ടം കാരണം ഭാവി നശിച്ചല്ലോ. മോന് ജയിലിൽ നിന്ന് ഒരു നാൾ പുറത്തിറങ്ങിയാൽ മോന് ആദ്യം മോന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, മോന് നല്ലൊരു ജോലി വാങ്ങണമെന്നൊക്കെ സങ്കടത്തോടെ അച്ഛൻ ബങ്ങിനോട് പറയാണ്. അതൊക്കെ കേട്ട് ബങ്ങും പൊട്ടിക്കരയുന്നുണ്ട്. 10 വർഷമായി ബങ് ജയിലിലായിട്ട്. ബങ്ങിന് തന്റെ അച്ഛനെ പ്രൗഡ് ആക്കാനായി സാധിച്ചിട്ടില്ല. സോ ഇവിടെയാണെങ്കിൽ ബങ് ഇല്ലാത്ത തക്കം നോക്കി ബിയറും ഗാങ്ങും ഫാറങ്ങിനെ അറ്റാക്ക് ചെയ്യാനായി വന്നു. ബിയർ ഫാറങ്ങിനെ കുത്തിക്കൊല്ലാനായി പോകുന്ന കൃത്യസമയത്താണ് ഹീറോ അവിടെ എത്തി ബിയറിനെ ചവിട്ടി മാറ്റിയത്. അങ്ങനെ അവര് ഭയങ്കര തല്ലായി. ഈ സമയമാണ് ബങ് നടന്നു വരുന്നുണ്ടായത്. അപ്പോഴേക്കും ജയിലേഴ്സ് അവിടെ എത്തി എല്ലാവരോടും നിലത്ത് കിടക്കാനായി പറഞ്ഞു. അങ്ങനെ ബിയർ ബങ്ങിനെ ചാലഞ്ച് ചെയ്യാണ്. അവര് യുദ്ധം പ്രഖ്യാപിച്ചു. ബങ് പറയാണ്, തീയതിയും സമയവും നീ തന്നെ തീരുമാനിച്ചോ, ഞാനും എന്റെ ഗാങ്ങും തയ്യാറായിക്കോളാം. എന്തായാലും ഫാറിങ്ങിനെ കൊല്ലാൻ കഴിയാത്ത ദേഷ്യം അന്ന് രാത്രി അവർ എല്ലാവരും തീർത്തത് പാവം ഫ്ലൂക്കിന്റെ മേലായിരുന്നു. അന്ന് രാത്രി ആ ബ്ലോക്കിലെ അഥവാ ബ്ലോക്ക് ബിയിലെ എല്ലാവരും, ജസ്റ്റ് നിങ്ങൾ നോക്കൂ, ഈ ബ്ലോക്കിൽ ഇത്രയും ജയിൽ പുള്ളികളുണ്ട്. ഇവർ എല്ലാവരും മാറി മാറി ഫ്ലൂക്കിനെ ക്രൂരമായിട്ട് ശാരീരികമായി പീഡിപ്പിക്കുകയാണ്. ഈ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫ്ലൂക്ക് എങ്ങനെയാണ് ജയിലിലായത് എന്ന് ഓർക്കുകയാണ്. അപ്പൊ ഇതാണ് ഫ്ലൂക്കിന്റെ ബോയ് ഫ്രണ്ട്. ഫ്ലൂക്കിന് ബോയ് ഫ്രണ്ടിനെ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നിച്ച് ലീഗലായിട്ട് വിവാഹം ചെയ്ത് ജീവിക്കണം എന്നൊക്കെയാണ് ഫ്ലൂക്കിന്റെ വലിയ ആഗ്രഹം തന്നെ. എന്നാൽ ബോയ് ഫ്രണ്ടിന് ഡ്രഗ്സ് വിൽപ്പനയാണ് തൊഴിൽ. ഈ കാര്യം ഫ്ലൂക്കിന് അറിയത്തില്ല. അപ്പൊ അവര് താമസിക്കുന്ന വീട്ടില് ഫ്ലൂക്കിന്റെ ബോയ് ഫ്രണ്ട് ഡ്രഗ്സ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ ഈ സമയത്താണ് മറ്റൊരു ഡ്രഗ് ഡീലർ ഈ ബോയ് ഫ്രണ്ടിനെ വിളിച്ചത്. വീട്ടിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനായി പറഞ്ഞത്. ആരോ അവരുടെ ഡ്രഗ് ബിസിനസ് ഒറ്റിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ബോയ് ഫ്രണ്ട് ഫ്ലൂക്കിനെ ചതിക്കുകയാണ്. എടാ, ഞാൻ അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോയിട്ട് വരാം, നീ ഇവിടെ തന്നെ നിൽക്ക്. അങ്ങനെ അവൻ നൈസായിട്ട് ഫ്ലൂക്കിനെ അവിടെ ആക്കി രക്ഷപ്പെട്ടു. ഫ്ലൂക്കിന് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. പെട്ടെന്ന് പോലീസ് അവിടെ ഇടിച്ചു കയറിയെത്തി. അങ്ങനെ ആ ഡ്രഗ്സ് ഫ്ലൂക്കിന്റെ തലയിലായി. അങ്ങനെയാണ് പാവം ഫ്ലൂക്ക് അറസ്റ്റിലായത്. പോലീസുകാരോട് കാരന് കാല് പിടിച്ച് ഫ്ലൂക്ക് ഇത് എന്റേതല്ല എന്ന് പറഞ്ഞെങ്കിലും അവര് ഫ്ലൂക്കിനെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചു. അപ്പൊ അങ്ങനെയാണ് നിരപരാധിയായ ഫ്ലൂക്ക് ഈ ക്രൂരന്മാരുടെ ജയിലിലെത്തിയത്. അന്ന് രാത്രി അവശനായി കിടക്കുന്ന ഫ്ലൂക്കിനെ കാണാം. ഇനി നീ ജീവിച്ചിട്ട് എന്ത് കാര്യം, നിന്നെ കൊണ്ട് ഞങ്ങൾക്കും ഇനി ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിയർ ഫ്ലൂക്കിന് ബ്ലേഡ് കൊടുക്കുകയാണ് ആത്മഹത്യ ചെയ്യാനായി. സോ അടുത്ത ദിവസം നമ്മുടെ ഹീറോ ഗാങ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഫ്ലൂക്ക് വന്ന്
അവരുടെ ഭക്ഷണം വലിച്ചു വാരി തിന്നുകയാണ്. അതിനുശേഷം ഫ്ലൂക്ക് ആണെങ്കിൽ ചോര തുപ്പാനെ തുടങ്ങി. അതായത് ഫ്ലൂക്ക് ബ്ലേഡ് വായിൽ വെച്ചുകൊണ്ടാണ് ഭക്ഷണം തിന്നത്. അങ്ങനെ ആ ബ്ലേഡ് ഹീറോ എടുക്കാനായി നോക്കി, എന്നാൽ കാര്യമില്ല, ഫ്ലൂക്ക് മരണപ്പെടുകയാണ്. അങ്ങനെ ദേഷ്യത്തിൽ ഹീറോ ബിയറിനെ തല്ലാനായി പോവുകയാണ്. എന്നാൽ ഹീറോന്റെ ഗ്യാങ് ഹീറോനെ പിടിച്ചു വെച്ചു. ബങ് ബിയറിനോട് പറയാണ്, ഇനി സമയം കളയണ്ട, നാളെ നാളെ നീ തയ്യാറായിക്കോ, നിന്റെ അന്ത്യമാണ്. ബങ് ഹീറോനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയാണ്. ഇന്നല്ല, നാളെ നാളെ നമ്മൾ അവന്മാരെ ഒരു പാഠം പഠിപ്പിക്കും. സോ ഇവിടെ ഹീറോ ഭയങ്കര സാഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ബങ് ഹീറോനോട് പറയാണ്, നീ അത് ആലോചിച്ച് വെറുതെ സങ്കടപ്പെടേണ്ട, ഇത് ജയിലാണ്, ഇവിടെ ഇങ്ങനെയാണ്. ഇന്നലെ അവനാണെങ്കിൽ ഇന്ന് ഞാനാവാം, നാളെ നീ ആവാം. സോ അത് മറന്നേക്ക്. സോ ഗൈസ്, ഇവിടെ ആ ദിവസം വന്നെത്തി. അതായത് രണ്ട് ഗ്യാങ്ങും തമ്മിൽ യുദ്ധം ചെയ്യാനായി പോകുന്ന ആ ദിവസം. ഓക്കെ, ഇനി ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചു എന്ന് ചോദിച്ചാലും രണ്ട് ഗ്യാങ്ങും പൊരിഞ്ഞ തല്ലാണ്. ഈ സമയം ബിയർ ബങ്ങിനെ നേരത്തെ മൂർച്ച കൂട്ടി എന്തോ തേച്ച് പിടിപ്പിച്ച സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തുന്നത് കാണാം. എന്തായാലും ഇവന്മാര് തല്ലുകൂടുന്ന സമയത്ത് പെട്ടെന്ന് ജയിലേഴ്സ് തോക്കുമായി വന്നു. അങ്ങനെ എല്ലാ ജയിൽ പുള്ളികളും നിലത്ത് കിടന്നു. ജയിലേഴ്സ് അവരൊക്കെ വടി കൊണ്ട് തല്ലിയിട്ട് തിരിച്ച് സെല്ലിലേക്ക് തന്നെ പോകാനായി പറയുകയാണ്. അന്ന് രാത്രി അവർ ഉറങ്ങാൻ കിടന്നു. ബങ്ങിന് കുത്തേറ്റെങ്കിലും ബങ് അത് ആരോടും പറഞ്ഞിട്ടില്ല. രാത്രി ബങ് നല്ലോണം വറക്കുന്നു. ബങ്, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ, ഏയ് പ്രശ്നമൊന്നുമില്ല, ചെറിയ പനി വരുന്നത് പോലെ. ബങ്ങിന്റെ ഷർട്ട് പൊക്കി നോക്കിയപ്പോൾ കുത്തേറ്റ പാട് അവർ കണ്ടു. സോ പോയിസൺ ആണ് ബിയർ ആ സ്ക്രൂ ഡ്രൈവറിൽ തേച്ച് പിടിപ്പിച്ചത്. ആ സ്ക്രൂ ഡ്രൈവർ കൊണ്ടാണ് ബങ്ങിനെ കുത്തിയത്. അങ്ങനെ ഹീറോ ഒച്ചത്തിൽ വാർഡനെയും ജയിലേഴ്സിനെയും ഒക്കെ വിളിക്കാണ്. എന്നാൽ ആരും വരുന്നില്ല. ഹീറോ മാക്സിമം ഒച്ചത്തിൽ വിളിച്ചു, ബട്ട് സ്റ്റിൽ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ബങ് ഹീറോനെ വിളിക്കാണ്. എന്നിട്ട് പറയാണ്, കാര്യമില്ല, ആരും വരാനായി പോകുന്നില്ല. ഹീറോനോടും ഫാറങ്ങിനോടും ബങ് തന്റെ തൊട്ടടുത്ത് തന്നെ കിടക്കാനായി പറയുകയാണ്. പിന്നെ ഭയങ്കരമായിട്ട് ഒരു സാഡ് ആയിട്ടുള്ള സീനാണ്. ബങ് അവരോട് രണ്ടുപേരോടും ഈ ബ്ലോക്കിലെ എല്ലാവരും നല്ല രീതിയിൽ നോക്കാനായി പറയാണ്. ബിയറിന്റെ ഗ്യാങ് ഇനിയും അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, നിങ്ങൾ വേണം ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ. അതിനുശേഷം ബങ് തന്റെ ചെറുപ്പത്തിലെ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തന്റെ അച്ഛനെ കുറിച്ചൊക്കെ പറയാണ്. അതായത് ബങ്ങിന്റെ നടക്കാതെ പോയ പല സ്വപ്നങ്ങളെ കുറിച്ച്, ജയിലിൽ എത്തിയതിനു ശേഷം തന്റെ ജീവിതം തകർന്നു പോയതിനെ കുറിച്ച്. അങ്ങനെ അവരുടെ തൊട്ട് അടുത്ത് കിടന്നുകൊണ്ട് തന്നെ ബങ് മരണപ്പെടുകയാണ്. ഇത് കണ്ട് നമ്മുടെ ഹീറോവും ഫാറങ്ങും പൊട്ടിക്കരയുകയാണ്. സോ ഇവിടെ ജയിലിൽ ബങ്ങിന്റെ അച്ഛൻ ബോഡി സ്വീകരിക്കാനായിട്ട് എത്തി. അദ്ദേഹം വളരെ ഇമോഷണൽ ആയിട്ടാണ് വാർഡനോട് സംസാരിക്കുന്നത്. നിങ്ങൾക്കും കുട്ടികളില്ലേ, നിങ്ങളുടെ കുട്ടിയായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചാവാൻ അനുവദിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തിന് മറുപടി ഒന്നുമില്ല. തല താഴ്ത്തി നിൽക്കുകയാണ് ജയിൽ വാർഡൻ. സോ ഇവിടെ ദേഷ്യത്തില് ഹീറോയും ഫാറങ്ങും ബിയറിനെ കാണാനായി ചെന്നു. അപ്പൊ ബിയർ ചോദിക്കാണ്, നിങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളോ, മറ്റവൻ എവിടെ, നിങ്ങളുടെ ഗാങ് ലീഡർ? അവൻ ചത്തെന്ന് കേട്ടല്ലോ, അയ്യോ പാവം. അപ്പൊ ദേഷ്യത്തില് ഹീറോ ബിയറിനെ ചാലഞ്ച് ചെയ്യാണ്. അതായത്, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒറ്റക്കൊറ്റക്ക് വാ, ഞാൻ നിന്നെ ചാലഞ്ച് ചെയ്യുന്നു. ഡാ പീക്കിരി ചെറുക്ക, നീ അത്രയ്ക്കൊക്കെ വളർന്നോ എന്നൊക്കെയാണ് ബിയറിന്റെ മറുപടി. അതേപോലെ ഹീറോന്റെ ചാലഞ്ചും ബിയർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ടോയ്ലറ്റിൽ നിന്നാണ് അവര് ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ ബിയറും ഗാങ്ങും എത്തി. ബിയർ ജാക്കറ്റ് ഒക്കെ ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഫാറങ്ങ് പറയാണ്, ഫൈറ്റ് ആവുമ്പോൾ ഫെയർ ആയിരിക്കണം, ജാക്കറ്റ് റിമൂവ് ചെയ്യടാ പേടിത്തൊണ്ട. അങ്ങനെ ബിയർ ജാക്കറ്റ് റിമൂവ് ചെയ്തു. അതിന്റെ അകത്ത് സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ ഷീൽഡായി തൂക്കിയിട്ടിട്ടുണ്ട്. അതൊക്കെ അഴിച്ചു കളഞ്ഞു. എന്നിട്ട് ബിയർ പറയാണ്, മറ്റവൻ ചത്തതുപോലെ ചാവാനാണ് നിന്റെയും വിധി. അപ്പൊ ആ സ്ക്രൂ ഡ്രൈവർ ബിയറിന്റെ കയ്യിലുണ്ട്. അങ്ങനെ ഇവര് ഫൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഹീറോ ബിയറിനെ അടിച്ച് പപ്പടമാക്കി നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി അവസാനം അവന്റെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തന്നെ അവന്റെ വയറ്റത്ത് നിർത്താതെ കുത്തുകയാണ്. അപ്പൊ ബോയ് എന്നവനെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ ഫാറങ്ങ് പറയാണ്, നീ അവിടെ അടങ്ങി നിൽക്ക്, ഇത് കഴിഞ്ഞിട്ടാവാം നമ്മൾ തമ്മിൽ. ബിയർ മച്ചാനാണെങ്കിൽ കാരനെ കൊണ്ട് ബോയിനോട് പറയാണ്, എടാ പ്ലീസ് എന്നെ രക്ഷിക്ക്. അതേപോലെ ഹീറോനോട് പറയാണ്, പ്ലീസ് എന്നെ കൊല്ലരുത്, ഞാൻ വിട്ടു തന്നു, നീ ജയിച്ചു, ഞാൻ ഇനി ഒരിക്കലും നിങ്ങളെ ശല്യപ്പെടുത്തില്ല. എന്നാൽ കാര്യമൊന്നുമില്ല, ഹീറോ അവന്റെ കഴുത്ത് ഞെരുക്കി കൊന്നു കളയുകയാണ്. ഹോ ഗൈസ്, ഇപ്പോഴാണ് കഥയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. സോ അപ്പോഴേക്കും ഇവിടെ ശബ്ദം കേട്ട് ജയിലേഴ്സും വാർഡനും എത്തിയിട്ടുണ്ട്. അങ്ങനെ വാർഡന് ബോയിനെ ആദ്യം വടി കൊണ്ട് അടിച്ചിട്ടു. എന്നിട്ട് എല്ലാവരോടും ബ്ലോക്കിലേക്ക് പോകാനായി പറഞ്ഞു. അതിനുശേഷം വാർഡന് ഹീറോനെയും ഫാറങ്ങിനെയും മാത്രമായിട്ട് ഒരു സെല്ലിൽ അടക്കുകയാണ്. അടുത്ത ദിവസം സെല്ലിൽ വാർഡൻ അവർക്ക് ഭക്ഷണവുമായി കയറി വന്നു. നിങ്ങൾക്ക് വിശക്കുന്നില്ലേ,
ദാ കഴിക്ക്. നല്ല ചിക്കനും മുട്ടയൊക്കെ ആയിട്ടുള്ള അടിപൊളി ഭക്ഷണം. അവര് കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് തന്നെ. വാർഡൻ അവരോട് പറയാണ്, ഇതുപോലത്തെ ഭക്ഷണം നിങ്ങൾക്ക് ദിവസവും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടാവത്തില്ലേ? പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ ഒറ്റൊരു വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾ മോചിതരാകണം. നിങ്ങൾക്ക് ഫ്രീഡം കിട്ടണം. പക്ഷെ നിങ്ങളുടെ കയ്യിലിരിപ്പ് കാരണമാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. എന്തായാലും ഇനി മുതൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഈ ജയിലിൽ തുടരില്ല. നിങ്ങളെ രണ്ടുപേരെയും വേറെ വേറെ ജയിലിലേക്ക് മാറ്റുകയാണ്. സോ കഥയുടെ ക്ലൈമാക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹീറോയും ഫാരങ്ങും വേറെ വേറെ പോലീസ് ബസ്സിൽ കയറുകയാണ്. ഇനി അവരവരുടെ ജീവിതത്തിൽ ഒരിക്കലും തമ്മിൽ കാണുക പോലും ഉണ്ടാവത്തില്ല. കാരണം രണ്ടുപേരെയും വ്യത്യസ്ത ജയിലിലേക്ക് മാറ്റാനായി പോവുകയാണ്. അങ്ങനെ കഥയുടെ അവസാനം വേറൊരു ജയിലിലെത്തുന്ന ഹീറോനെ നമുക്ക് കാണാം. അപ്പൊ കഥയിൽ ഹാപ്പി എൻഡിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇതാണ് റിയാലിറ്റി. ഒരൊറ്റ തെറ്റു മതി, അഥവാ ഒരൊറ്റ എടുത്തുചാട്ടം മതി ജീവിതം മുഴുവനും ഇല്ലാതെയാകാൻ. കാലാകാലം ഇതുപോലെ നരകിച്ച് ജീവിക്കണം. അപ്പൊ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.